നമ്മൾ ഇന്ന് വേറൊരു പുതിയ ഒരു ചെടീനെയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീട്ടിൽ അമ്പഴങ്ങ ഉണ്ടാക്കി കിടക്കണില്ലേ? അത് നാടൻ അമ്പഴങ്ങയൊന്നും അല്ല. നാടൻ അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ അതിൽ മൂത്ത് കഴിയുമ്പോൾ അതിന് തൊണ്ട് മാത്രം, തൊണ്ടിൻ്റെ അവിടെ കുറച്ച് കാമ്പേ ഉണ്ടാവും. കാമ്പെന്ന് വെച്ചാൽ കഴിക്കാനായിട്ടുള്ള ഇത്. നിങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാവണതല്ലേ? നമുക്കത് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കാം. വാ, ഇതാണ് നമ്മൾ പറഞ്ഞ അമ്പഴങ്ങ. കണ്ട, നമ്മളിത് വാങ്ങിച്ച് വെച്ചിട്ട് ഒരു ഏകദേശം 6 മാസമേ ആയിട്ടുള്ളൂ. അത് വാങ്ങിച്ച് കൊണ്ടുവന്ന് വേര് പിടിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൽ പതിനെ പൂവിടാൻ തുടങ്ങി. പൂവിട്ട് കായ്കൾ മൂത്ത് വരുന്നു. ഏകദേശം 5-6 മാസത്തെ മൂപ്പുണ്ടെന്ന് തോന്നുന്നു കായ്കൾക്കൊക്കെ. കണ്ട, ഇതൊക്കെ ആദ്യം ഉണ്ടായ കായ്കളാണ്. ഇതിലൊക്കെ നല്ലോണം മുഴുപ്പാവുന്നതാണ്. ഇതൊക്കെ ഇപ്പം ആദ്യമായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടും ചെടി ആയതുകൊണ്ടൊക്കെ ആയിരിക്കും മുഴുപ്പ് ഇത്രയും ഒക്കെ ആയിട്ടുള്ളൂ. ഇത് നമ്മുടെ സാധാരണ നാടൻ അമ്പഴങ്ങ പോലെ കാമ്പ് കുറവും അതിൻ്റെ ഇതുള്ളതല്ല. അതിന് മുഴുവൻ നമുക്ക് പഴുത്ത് കഴിഞ്ഞാൽ നല്ല സ്വീറ്റായിട്ടുള്ള അമ്പഴങ്ങയാണ്. കഴിക്കാവുന്ന, ആപ്പിൾ പോലെ കടിച്ച് തിന്നാവുന്ന, പച്ചമാങ്ങ പൊങ്ങയിലേക്ക് കടിച്ച് തിന്നാവുന്ന ഒന്നാണ് ഇത് അമ്പഴങ്ങ. അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഔഷധ ഗുണങ്ങളാണ്. കണ്ടോ, ഉണ്ടായി കിടക്കുന്നത് കണ്ടോ? ഇത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇത് വെച്ചിട്ട് 6 മാസം ആകുന്നുള്ളൂ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം, ബഡ് തൈയാണിത്. നമ്മുടെ നാടൻ അമ്പഴമല്ല ഇത്. കണ്ട, ഞാൻ അത് പറിച്ചെടുക്കും. അത് മൂത്ത് നോക്കി അത് പറിച്ചെടുക്കും. അത് പറിക്കാം. പറിച്ചെടുത്തു കേട്ടോ. അത് കൊല ഒടിച്ച് കളയരുത്, പതിനെ പറിക്കണേ. സംശയം ചോദിച്ചോട്ടെ, ഈ അമ്പഴങ്ങയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഇത് നമ്മൾ തിന്നുന്ന ടൈപ്പ് അമ്പഴമാണ്. നമ്മൾ സാധാരണ നാടൻ അമ്പഴമാണെങ്കിൽ ഒരു മൂപ്പ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ട് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. കുരുവിന് ഒത്തിരി കട്ടിയുള്ള കുരുവായിട്ട് മാറും, പിന്നെ അത് കഴിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇത് വേറെ, ഇത് ഫ്രൂട്ടായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന അമ്പഴമാണിത്. ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു യെല്ലോ കളർ ആവും. ഇത് പഴുത്ത് കഴിയുമ്പം, പഴുത്ത് യെല്ലോ കളർ ആയി കഴിയുമ്പോൾ ഇത് മാർക്കറ്റിൽ നല്ല വിലയുള്ളതാണ്, നല്ല ഡിമാൻഡുള്ള സാധനമാണിത്. നമുക്കിത് പറിച്ച് നമുക്കിപ്പോൾ അച്ചാറാണ് ഇടുന്നത്. ഔഷധ ഗുണമുള്ളതാണ്. മുറിവ് ഉണക്കാനൊക്കെ ശക്തിയുള്ള ഇതാണ്. മുറിവ് ഉണക്കാനും പുതിയ തൊലിയൊക്കെ വരാനായിട്ടൊക്കെ ഗുണമുണ്ട്. ഇത് ഞാൻ പറിക്കും. മുറിവ് ഒത്തിരി ദഹന സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഒത്തിരി ഔഷധ ഗുണമുള്ള ഒന്നാണ്. ഇതൊക്കെ പറിച്ചോളൂ. ഞാൻ പറിച്ചു. ഇത് മൂത്ത, അതും പറിച്ചു. അതും പറിച്ചോ. പറിച്ചെടുക്കും. വലിച്ചു ചെടി ഒടിച്ചെടുക്കരുത്, പതിനെ പറിക്കി. കല്ലിലൊന്നും കയറി ഉരുണ്ട് വീഴരുതേ. പതിയെ പറിക്കി. ചെടി പറിച്ചെടുക്കല്ലേ. അത് പറഞ്ഞാൽ ആ കൊല കിടക്കട്ടെ, മൂക്കുമ്പോൾ പഴുക്കുമ്പോൾ എടുക്കുക. അതോടെ കിടന്നോട്ടെ. അല്ലാതൊക്കെ പറിച്ച ഇതും കൂടെ പറിക്കതേ. ഇതൊക്കെ മൂത്ത്, ഇതൊക്കെ മച്ചാറിടാൻ പാകത്തിനുള്ളതൊക്കെ. കൊല പിടിക്കണ്ട. അതും പറിച്ചോ. ഇതും ഇങ്ങനെ പറിച്ചെടുത്തോ. കണ്ട, അങ്ങനെയല്ല. ഇത് കഴിഞ്ഞ് തണ്ട് മൂത്തതാ. ഒരു സ്മെല്ല് വരുന്നതാണ്ട ഇതൊക്കെ തണ്ട് പിടിക്കുമ്പോൾ. പഴുത്ത നല്ല മധുരമാണിത്. നമുക്ക് പഴുക്കാനായിട്ട് നമുക്ക് 1-2 കൊല്ലം നിർത്തിയേക്കാം. 1-2 കൊല്ലം നമുക്ക് സാരമില്ല. 1-2 കൊല്ലം ഇവിടെ നിർത്തിയേക്കാം നമുക്ക് പഴിപ്പിക്കാൻ വേണ്ടി. ആദ്യമായിട്ട് ഉണ്ടാവുന്നതല്ലേ, ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്കറിയണ്ടേ. എന്താ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഈസി ആയിട്ട് വെള്ളം ഉള്ള പ്രദേശമാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും വെള്ളത്തിലൊക്കെ ആണെങ്കിലും ഇത് പിടിച്ചു. വെള്ളം കൂടുതലുള്ള പ്രദേശത്തൊക്കെ ആണെങ്കിലും ഇത് ധാരാളമായി പിടിക്കും. അങ്ങനെ പെട്ടെന്നൊന്നും കേടായി പോകുന്ന ഒരിതല്ല. നല്ല നിറച്ച് ഫലം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരിതാണ് അമ്പഴം. ഒത്തിരി ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അമ്പഴങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറിച്ചത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും
ഇന്നത്തെ ഈ അമ്പഴത്തിൻ്റെ വിളവെടുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പറയും സൈൻ ഔട്ട് ചെയ്യേ വീഡിയോ. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്, നിങ്ങൾ ഇങ്ങോട്ട് നീങ്ങിക്ക്. അതിൽ പറയണം അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ. അങ്ങോട്ട് നീക്കുക, ഞാൻ അറിയാൻ പാടില്ല. അങ്ങോട്ട് നീങ്ങി നിൽക്ക്. ആ അമ്പഴത്തിൻ്റെ ചുവട്ടിലേക്ക് നിൽക്ക്. ചുവട്ടിലേക്ക് നിൽക്ക്. കൊച്ചിന് നീങ്ങി നിൽക്ക്. അമ്പഴത്തിൻ്റെ വീട്ടിലേക്ക് നിൽക്ക്, വീടരുത്. അപ്പോൾ ഇങ്ങോട്ട് നീക്കുക. പറയും. അല്ല അങ്ങനെയല്ലല്ലോ നമ്മൾ പറയണം. ഇങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഇന്നത്തെ നമ്മുടെ അമ്പഴത്തിൻ്റെ വിളവെടുപ്പ് പറയും. ഇന്നത്തെ നമ്മുടെ അമ്പഴത്തിന്റെ വിളവെടുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു.